ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെറിയൊരു കഥയായിട്ട് തന്നെയാണ് വന്നത്. ഒരു ബുക്കിലെ സ്റ്റോറിയാണ് കേട്ടോ. അപ്പം ഇതൊരു ഇംഗ്ലീഷ് നോവലാണ്. ഞാൻ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ചെറിയൊരു കഥയല്ല, അതിൻ്റെ ഒരു ഇൻട്രോ തരാം. എനിക്ക് ബുക്ക് വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു ചെറുപ്പത്തിലേ. അപ്പം ഞാൻ എടുത്തുകൊണ്ടിരുന്ന ബുക്കൊക്കെ ഉമ്മച്ചിക്ക് കൊടുക്കാനാണ് പതിവ്. ഉമ്മച്ചി നന്നായി ബുക്ക് വായിക്കും. പിന്നെ ഒരു ബുക്കും കിട്ടിയ ആളെ ഹാപ്പിയാണ്, ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. അപ്പോൾ ഞാൻ ഒരു വട്ടം അതേപോലെ ബുക്ക് കൊണ്ട് കൊടുത്ത് സാധാ എടുക്കുന്ന പോലെ എടുത്തൊരു ബുക്കാണ് മോബി ഡിക്ക് എന്ന് പറയുന്നൊരു ബുക്ക്. ഒരു ഇംഗ്ലീഷ് നോവലായിരുന്നു. അതിനെപ്പറ്റി മലയാളത്തിൽ എഴുതിയൊരു ഇതാണ് ഞാൻ എടുത്തത്. അങ്ങനെ അതിൻ്റെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് സാധാ കഥ കേൾക്കുന്ന പോലെ അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയും തോന്നി. അങ്ങനെ ആ ഡിഗ്രിയൊക്കെ എത്തിയപ്പോൾ ഒരു ബുക്ക് റീഡിങ് കോമ്പറ്റീഷൻ നമ്മൾ വായിച്ചിട്ട് അന്ന് പ്രസൻറ്റ് ചെയ്യാം. ബുക്ക് വായിച്ചിട്ട് എന്തായാലുള്ള സ്റ്റോറിന്ന് അങ്ങനെ ഒരു കോമ്പറ്റീഷന് പങ്കെടുത്തപ്പം എനിക്കും പ്രൈസ് കിട്ടി. എല്ലാവരും കൂട്ടത്തിലും പ്രോത്സാഹനമൊന്നുമല്ല കേട്ടോ. അപ്പം എനിക്കപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ആ ബുക്ക് വായിക്കുന്നത്. ബുക്ക് വായന സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്റ്റോറി. അതിൽ പറയുന്ന തന്നെ ഒരു വെയിലിനെ കുറിച്ചാണ്. വൈറ്റ് കളറ് തെമ്മിങ്കലത്തിനാണ് മോബി ഡിക്ക് എന്ന് പറയുന്നത്. ആ ഒരു വെയിലിനെ പിടിക്കാൻ പോകുന്നതും കടലിലൂടെ യാത്ര ചെയ്യുന്നതും കുറേ ദിവസം അതിന് തിരഞ്ഞ് നടക്കുന്നതൊക്കെ നമുക്ക് അത് വായിക്കുമ്പോൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനും ഫീൽ ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമാണ് ആ സ്റ്റോറിയിൽ. സോ എനിക്ക് മനസ്സിലായത്, ഞാൻ ഡിഗ്രി വരെ ബുക്ക് വായിക്കാത്തത് എനിക്കൊരു ബാഡ് ഹാബിറ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. അത് കഴിഞ്ഞ് വായിച്ചപ്പോൾ എനിക്കതിന് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ടൈമിൽ എനിക്കത് ഭയങ്കര റിലീഫാണ് ബുക്ക് വായിക്കുന്നത്. സോ അതൊരു ബാഡ് ഹാബിറ്റ് ഒന്നുമല്ല. ഇനിയും വായിച്ച് തുടങ്ങാത്തവർ ഇനിയും ഒന്ന് ട്രൈ ചെയ്യുക. യു ക്യാൻ.